ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിഹാല. ആൻഡ് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. ആൻഡ് ഈ സമയത്ത് ജെയിൽ നല്ലൊരു സ്കോർ വാങ്ങിക്കാൻ പറ്റി. എത്ര ഉണ്ട് സ്കോർ? എത്രയായിരുന്നു? 95.5. ഓക്കെ, നല്ലൊരു സ്കോർ വാങ്ങിച്ചു. ആൻഡ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹൈബ്രിഡിലെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ ആയിരിക്കും എന്നുള്ളതാണ് അല്ലേ നീറ്റിന് പഠിക്കുന്ന കുട്ടികളുടെ. എന്താണ് എക്സ്പീരിയൻസ്? ഞാൻ ബാക്കിയുള്ള എല്ലാവരോടും ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് നമ്മുടെ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻറ്റ് വീട്ടിൽ പോയി പഠിച്ച കുട്ടികൾക്ക് നല്ല സ്കോർ വാങ്ങിക്കാൻ പറ്റി. എന്താണ് പറയാൻ? ഹൈബ്രിഡ് ആയാലും ക്യാമ്പസ് ആയാലും വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ടൈം ടേബിൾ ആ സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അല്ലേ? കോർഡിനേറ്റേഴ്സ് ഭയങ്കരമായിട്ട് ലൈക്ക് നമ്മളെ പുഷ് ചെയ്യല്ല, ലൈക്ക് നമുക്ക് വേണ്ടത് ഫുള്ളും. ആരായിരുന്നു കോർഡിനേറ്റർ? അഞ്ജു സാർ. അഞ്ജു സാർ നന്നായിട്ട് പുഷ് ചെയ്യുന്നു പഠിക്കുന്ന സാധനങ്ങൾ. മീൻസ് അത് ഞാൻ അത് ചെയ്യും ലൈക്ക് പഠിക്കണം അങ്ങനെ ഒരു. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്കോർ നിങ്ങൾക്ക് ഫർദർ പഠനത്തിന് ഇപ്പൊ നീറ്റിന് പോകുന്നതിന് നല്ലൊരു കോൺഫിഡൻസ് കൊണ്ടുവന്നു അല്ലേ? ബിക്കോസ് ഞാൻ തീരെ കോൺഫിഡൻസ് ഇല്ല, ഞാൻ വേഗം ടെൻഷൻ ആവുന്ന ഒരു പേഴ്സണാണ്. എല്ലാവരും അങ്ങനല്ലേ? പക്ഷെ ഞാൻ വേഗം ഭയങ്കര ടെൻഷൻ. അപ്പൊ എനിക്ക് നീറ്റ് ജെയിൻ റിസൾട്ട് വന്നപ്പം കുറച്ച് എനിക്ക് അറിയാം, കോൺഫിഡൻ്റ് ആണ്. മേ ബി നീറ്റും കൂടി ക്രാക്ക് ചെയ്യാൻ ലൈക്ക് ഇനി കുറച്ചൊരു 76 ആ ഡേയ്സ് ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് കുറച്ച് ക്രാക്ക് ചെയ്യാൻ കുറച്ച് ചാൻസ് ഉണ്ട്. ഇനി ഞാൻ എന്താ പറയാ, ബിക്കോസ് ബയോളജി ഒരു സ്കോർ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, ബട്ട് ഫിസിക്സ് കെമിസ്ട്രി ഞാൻ ഓക്കെയാണ്. അപ്പം ആ ഒരു കോൺഫിഡൻസ്, ഫിസിക്സ് കെമിസ്ട്രിയിലെ തോട്ട് കണ്ടന്റ് ഓക്കെ ആണെന്നൊരു കോൺഫിഡൻസ് കിട്ടി അല്ലേ? ഇനി മുന്നോട്ടുള്ള 78 ഡേയ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം വിചാരിക്കുന്നത്? ലൈക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും ഭയങ്കരമായിട്ട്. മീൻസ് എനിക്ക് ഫിസിക്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി, അങ്ങനെയാണ്. ലൈക്ക് ഞാൻ വേഗം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്, ഞാൻ അങ്ങനെ തിയറിയിലേക്ക് ഞാൻ അങ്ങനെ പോക്കില്ല. അപ്പം ബയോളജി ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും കൂടുതൽ ടൈം കൊടുത്തു. അപ്പോൾ ഇനിയില്ല ബാക്കിയുള്ള ഡേയ്സ് റിവിഷൻ ആയിട്ട് കുറേ എക്സാംസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട്. ബേസിക്കലി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കും, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും. പറയാനുള്ളത് ഈ രണ്ട് വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഹാപ്പി ആൻഡ് കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം അവൈലബിൾ ആയിരിക്കും അല്ലേ? സന്തോഷത്തോടു കൂടി ഒരു കാര്യം ചെയ്യുന്നത് പോലത്തെ ഫീൽ ഉണ്ടാവും. അത് കുറേ അധികം പോസ്റ്റ് മുന്നോട്ട് തരും. അപ്പോൾ ഇനിയുള്ള സമയത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ കിട്ടിയ മാർക്ക് നമുക്കൊരു സക്സസിന് വേണ്ടി സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പോയി NITയിലും ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ടോ? ഇല്ല, അതൊന്നും ജോയിൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നീറ്റ് നമ്മുടെ MBBS അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ജസ്റ്റ് എ കോൺഫിഡൻസ് ബൂസ്റ്റർ. യെസ്, അത് നമ്മൾ ഇന്ന് അടിപൊളിയായി എൻജോയ് ചെയ്യുക. ഇനി എന്നുള്ള നമ്മൾ അടുത്ത സെലിബ്രേഷൻ എന്നായിരിക്കും നീറ്റ് കഴിഞ്ഞ് അതിൻ്റെ സ്കോറിന് നമുക്ക് ഇതേപോലെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണം. സോ അതിനുള്ളൊരു ബൂസ്റ്റർ മാത്രമാണ്, അതിനൊരു ഹാപ്പിനെസ് മാത്രം കണ്ടെത്തുക. ഇനി അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക.